ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് സോഷ്യൽ ഫോർമേഷൻ ഇന്ത്യ തേർഡ് സെമ്മിലെ സോഷ്യൽ ഫോർമേഷൻ ഇന്ത്യ എന്ന സബ്ജക്റ്റിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ബ്ലോക്ക് 1 ഫുഡ് ഗ്യാദേഴ്സ്, ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സർപ്ലസ് അപ്രോപ്രിയേറ്റേഴ്സ്, അതിലെ യൂണിറ്റ് 1 സ്റ്റോൺ ഏജ് സെറ്റിൽമെൻ്റ് ആണ് പറയുന്നത്. അപ്പം എന്താണ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ എന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയണം. അതിലാദ്യം വരുന്നത് സെറ്റിൽമെൻറ്റ് പാറ്റേൺ സ്റ്റോൺ ഏജ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ പിന്നെ അതിൽ പാലിയോലിത്തിക് പീരീഡ്. നമുക്ക് നോട്ട് വായിക്കുന്നതിൻ്റെ മുമ്പ് ടെക്സ്റ്റ് എന്താ എന്നുള്ളത് നോക്കാം. ഓക്കെ, സ്റ്റോൺ ഏജ് സെറ്റിൽമെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റോൺ ഏജ് സെറ്റിൽമെൻറ്റ് പാറ്റേൺ എന്നുള്ളത് കൊണ്ടുവന്ന് അമേരിക്കൻ സ്കോളറായിട്ടുള്ള ജി ആർ വില്ലി ആണ് കൊണ്ടുവന്നത്. പിന്നീട് അതിൽ പറയുന്ന കാര്യം, സ്റ്റഡീസ് ഓഫ് പ്രീ ഹിസ്റ്റോറിക് സൊസൈറ്റീസ് indicate that a transition from hunting and gathering to food production was gradual process. അതായത് ഈ സെറ്റിൽമെൻറ്റ് പാറ്റേണുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ സ്റ്റോൺ ഏജിൽ തന്നെ വരുന്ന 3 കാറ്റഗറീസാണ്. പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ്. ഈ കാറ്റഗറീസൊക്കെ പെട്ടെന്ന് മാറിയതല്ല, ഇതൊക്കെ ഒരു ഗ്രാജ്വൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഗ്രാജ്വലായിട്ട് വന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് പോകണം, നമ്മുടെ ക്ലാസ്സുകൾ പെട്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി ഇങ്ങനെ പോയാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെയാണ്. നമ്മൾ ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പം സ്റ്റോൺ ഏജ് ഹ്യൂമൻ ഹിസ്റ്ററിനെ 3 ആക്കിയിട്ടുണ്ട്. പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, അതുപോലെ ഹിസ്റ്റോറിക്കൽ പീരിയഡ്, ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടേം നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം 1-2 മാർക്കിന്. പ്രീ ഹിസ്റ്ററി എന്ന ടേം ആരാണ് കോയിൻ ചെയ്തത്? അത് ഡാനിയൽ വിൽസൺ ആണ് ഈ പ്രീ ഹിസ്റ്ററി എന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് പറയുന്ന കാര്യം, സ്റ്റോൺ ഏജിനെ 3 ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദ്യം വരാൻ ഒരു ഏറ്റവും സാധ്യത ഉള്ളത് സ്റ്റോൺ ഏജിന് ഡിവിഷനാണ്. സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മളോട് എക്സ്പ്ലെയിൻ സ്റ്റോൺ ഏജ് എന്ന് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സ്റ്റോൺ ഏജ് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്റ്റോൺ ഏജിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക്. അപ്പോൾ പിന്നെ ഈ സ്റ്റോൺ ഏജിൻ്റെ ഡിവിഷന് ജോൺ ലുബോക്കിന് നമ്മളിവിടെ തീർച്ചയായിട്ടും അറിയണം. സ്റ്റോൺ ഏജിനെ 2 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ പാലിയോലിത്തിക്, നിയോലിത്തിക് ആക്കി ജോൺ ലുബോക്ക്. അതിൻ്റെ ശേഷം സി ജെ തോംസൺ പറഞ്ഞ ആളാണ് പാലിയോലിത്തിക്കിനെ ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക് ആക്കി മാറ്റി. അപ്പം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പാലിയോലിത്തിക്കിനെ ഈ സി ജെ തോംസൺ 3 മാറ്റി എന്നുള്ളതാണ്. പാലിയോലിത്തിക് പീരിയഡിനെ നമ്മൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. നമ്മുടെ സ്റ്റോൺ ഏജിൻ്റെ 3 ഡിവിഷനായിട്ടുള്ള പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്കിൽ പാലിയോലിത്തിക് നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യനും വരാം. പാലിയോലിത്തിക് ഏജിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ, പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ ഹണ്ടേഴ്സ് ആൻഡ് ഫുഡ് ഗ്യാദറേഴ്സ്, അതായത് ഹണ്ടേഴ്സ് പറഞ്ഞാൽ വേട്ടയാടുന്നവർ, ഫുഡ് ഗ്യാദേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്നും ഇവിടുന്നൊക്കെ കിട്ടുന്ന ഫുഡ് നമ്മളിങ്ങനെ നൊമാഡിക് പീപ്പിളായിട്ട് പോയിട്ട് ഫുഡ് എവിടുന്നെങ്കിലും കിട്ടുന്ന ഫുഡുകൾ, നമ്മൾ പഴം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കളക്ട് ചെയ്യുക. ഇതാണ് അവരുടെ രീതി ആയിരുന്നു. ആ സ്ഥലത്ത് ഫുഡ് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നില്ല, അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു. അപ്പോൾ പാലിയോലിത്തിക് ഏജിൽ പറയുന്നത് എന്താ വെച്ചാൽ പലായോസ് എന്നാണ് വന്നിട്ടുള്ളത്. മീനിങ് ഓൾഡ് ആണ്. ആൻഡ് ലിത്തോസിൽ നിന്നാണ് മീനിങ് എന്താണ് ഡെസിഗ്നേഷൻ പീരിയഡ് കോമൺലി നോൺ ആസ് ഓൾഡ് സ്റ്റോൺ ഏജ്. ഓക്കെ, അപ്പം ലിത്തോസ് എന്ന് പറഞ്ഞ സ്റ്റോണും അതുപോലെ തന്നെ പലായോസ് എന്ന് പറഞ്ഞ ടേം ഓൾഡും, അതിൽ നിന്നാണ് പാലിയോലിത്തിക് വന്നിട്ടുള്ളത്.
ഇതൊരു ഗ്രീക്ക് വേർഡാണ് പാലിയോലിത്തിക്. അതുപോലെ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് ഓൾഡ് സ്റ്റോൺ ഏജ് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. ഇത് എന്ന് മുതലാണ് തുടങ്ങിയത് പാലിയോലിത്തിക്? ഒരു 5 ലക്ഷം കൊല്ലം മുമ്പ് തുടങ്ങി. എൻഡഡ് 10,000 കൊല്ലം, 10,000 BCE. BCE എന്ന് പറഞ്ഞാൽ എന്താ? ബിഫോർ ക്രൈസ്റ്റ്. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് എറ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്രൈസ്റ്റ് ജനിക്കുന്നതിൻ്റെ ഒരു 10,000 കൊല്ലം മുമ്പ് വരെ നീണ്ടു നിന്ന ഒരു കാലഘട്ടമാണ് പാലിയോലിത്തിക് പീരിയഡ്. ഓക്കെ, പാലിയോലിത്തിക് പീരിയഡ് 5 ലക്ഷം കൊല്ലം മുമ്പ് തുടങ്ങി ക്രൈസ്റ്റ് ജനിക്കുന്നതിൻ്റെ ഒരു 10,000 കൊല്ലം വരെ നീണ്ടു നിന്ന ഒരു കാലഘട്ടമാണ് പാലിയോലിത്തിക് പീരിയഡ്. ഓക്കെ, പിന്നീട് അതിലേക്ക് കാര്യമായിട്ട് പറയുന്നത് പാലിയോലിത്തിക് പീരിയഡ് ടിപ്പിക്കലി റിലീഡ് എനിമൽ സ്കിൻസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലീവ്സ് ഇതൊക്കെ ആയിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എനിമലിൻ്റെ സ്കിന്നുകളും അതുപോലെ തന്നെ ലീവ്സ്. പിന്നെ അവർ ഡിഡ് നോട്ട് എൻഗേജ് ഇൻ ഫാമിങ്ങിൽ അവരൊരിക്കലും തന്നെ എൻഗേജ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ പാലിയോലിത്തിക് ടൂൾസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് അക്രോസ് വേരിയസ് ലൊക്കേഷൻസ്. നമുക്ക് ഇതിൽ പഠിക്കേണ്ട കാര്യം ആദ്യം പാലിയോലിത്തിക് ഏജ് എന്താ, ഏത് കാലഘട്ടമാണെന്നൊക്കെ പറയാം. പിന്നെ പാലിയോലിത്തിക് ഏജിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്കെങ്ങനെ പാലിയോലിത്തിക് ഏജ് മനസ്സിലായത്, അത് കുറേ ഡിസ്കവർ ചെയ്ത കുറേ സൈറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറേ ലൊക്കേഷൻ ഉണ്ടാവും പാലിയോലിത്തിക് ഏജ്. അത് പഠിച്ചാൽ പാലിയോലിത്തിക് ഏജ് കംപ്ലീറ്റ് ആണ്. അത്രയേ ഉള്ളൂ പാലിയോലിത്തിക് ഏജ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് പിന്നെ വരുന്നത് ടെലഗ്രാം ആപ്പിലാണ്. ഒരു വീഡിയോ ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ നോട്ട്സ് ഉണ്ടാവും, അതിൻ്റെ ശേഷം നോട്ട്സ് ഉണ്ടാവും. നമ്മൾ ഈ വീഡിയോ ക്ലാസ് കാണണം. കാര്യം പല കാര്യങ്ങളും വീഡിയോ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ ചിലപ്പം അത് നോട്ട്സിൽ അത്രത്തോളം പ്രാധാന്യപ്പെട്ട് വന്നിട്ടില്ല എന്ന് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വീഡിയോ ക്ലാസ് കണ്ട് ശരിക്കും മനസ്സിലായതിൻ്റെ ശേഷം വേണം നിങ്ങൾ നോട്ട്സിലേക്ക് ഇറങ്ങാൻ. നോട്ട്സ് വായിച്ചിട്ട് പക്കാ മനസ്സിലാക്കി എഴുതിയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. നോട്ട്സ് ഞാൻ ആദ്യം കാണിച്ചില്ലേ, അതാണ് നോട്ട്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് ടെലഗ്രാം ആപ്പിലാണ്. നിങ്ങൾക്കൊരു വീഡിയോ ക്ലാസ് ഉണ്ടാവും, അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും അതിൽ. പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ എക്സാമിന് അടുത്ത ദിവസങ്ങളിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾ ആദ്യം വീഡിയോ ക്ലാസ് കാണണം. ക്ലാസ് കാണാതെ നിങ്ങൾ ജസ്റ്റ് നോട്ട്സ് മാത്രം നോക്കി പോയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം, അത് തന്നെ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ വരുന്നത്. നമ്മൾ ടെക്സ്റ്റ് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പോയാൽ സെറ്റാണ്. ടെക്സ്റ്റിലുള്ള എല്ലാം ഒന്നും പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും തന്നെ പോകാൻ കഴിയില്ല. നമ്മളൊരു ഓവർവ്യൂ, മോൾക്കൂടെ ഒരു ഓവർവ്യൂ, നമ്മളൊരു ക്ലാസ് ഒരു 20 മിനിറ്റോ അതിൽ നമ്മൾ ഒരു ചാപ്റ്റർ തീർക്കും. അതിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുവരെ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ പാലിയോലിത്തിക് ഏജിൽ നമ്മളെ പാലിയോലിത്തിക് ടൂൾസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് അക്രോസ് വേരിയസ് ലൊക്കേഷൻ. ഏതൊക്കെ ലൊക്കേഷൻ എന്നാണ് നമ്മൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു നോട്ട് തയ്യാറാക്കണം. നിങ്ങൾ ഒരു ചെറിയൊരു ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇതിൽ ഛോട്ടാ നാഗ്പൂർ ഇതിനെ ഒന്ന് മലയാളീകരിച്ച് എഴുതുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അക്ഷരത്തെറ്റുകളും അതുപോലെ തന്നെ ആ അക്ഷരത്തെറ്റുകൾ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ ലൊക്കേഷൻ എന്താ, ഇപ്പോൾ മിർസാപൂർ എന്നൊക്കെ എഴുതുന്ന ചെറുത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് കാണുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതാണ് പറഞ്ഞത്, അതാണ് അതിലുള്ള ടെക്സ്റ്റിലുള്ള അതാണ് ആ നോട്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പം ശരിക്കും ഒരു നോട്ട് എടുത്തിട്ട് പിന്നെ ലെക്ചർ നോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ടിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പോൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം.